സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീട്രൂട്ട് അച്ചാറായാലോ? നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കഴുകി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചെറുതാക്കി ചതുരത്തിൽ അരിഞ്ഞെടുക്കാം. വറുത്തെടുക്കാം. ഉലുവ വറുക്കാം. അതിലേക്ക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച കടുകും ഉലുവയും നമുക്ക് ചതച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ഉള്ളി തൊലിക്കുകയാണ്. അച്ചാറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കാം. കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. മുളകുപൊടി ഇടാം. കായം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ്. ഇനി നന്നായി മിക്സ് ചെയ്യാം. പുളിയെ ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ ഒന്ന് തിളക്കുമ്പോഴത്തേനും നമുക്ക് ബീട്രൂട്ട് വേവിച്ചെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം. ഇനി ബീട്രൂട്ട് ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെക്കാം. ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച അരപ്പൊഴിച്ച് വെക്കാം. അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഇളക്കാം. വറുത്ത് പൊടിച്ചു വെച്ച ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം. അച്ചാർപ്പൊടി ഇടാം. ഇളക്കാം. അച്ചാറോടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം ഇത്. അപ്പൊ നമ്മുടെ അച്ചാറൊക്കെ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി